നമസ്കാരം. നമുക്കറിയാം, ദേശീയതയുടെ പ്രതീകമായ ശിവജി മഹാരാജിൻ്റെ പ്രതിമ കഴിഞ്ഞ ദിവസം തകർന്ന് അടിഞ്ഞുപോയി. പഴയ സ്ക്രൂവും പഴയ ആണിയും പഴയ ഇരുമ്പ് കമ്പിയും എന്നുവെച്ചാൽ ആക്രി സാധനങ്ങളെല്ലാം കൂടെ പെറുക്കിയെടുത്ത് നിർമ്മിച്ച് 3000 ചില്ലുവാനും കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന പ്രതിമയാണ് തകർന്ന് നാശമായി പോയത്. സകലമാന ആളുകളും BJPയിലെ നരേന്ദ്രമോദി അടക്കമുള്ളവർ നിരന്ന് നിന്ന് മാപ്പ് പറയുന്ന ഒരു സാഹചര്യവും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നതാണ്. എന്നാൽ ഈ ശിവജി മഹാരാജിനെ കുറിച്ച് ചില കൗതുകകരമായ കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുകയുണ്ടായി. മുതിർന്ന BJP നേതാവായ നാരായൺ റാണെ പറയുകയുണ്ടായി. ആ നാരായൺ റാണയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ ശിവജി മഹാരാജ് എന്ന് പറയുന്ന ആള് കൃത്യമായി പറഞ്ഞാൽ സൂററ്റ് എന്ന് പറയുന്ന ഒരു നഗരം മുഴുവൻ കൊള്ളയടിച്ച ഒരാളാണ് എന്ന് വിവാദപരമായ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതായത് ശിവജി മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ഭരണ കാലഘട്ടത്തിൽ ഒരു റെയ്ഡ് പോലെയൊക്കെ നടത്തിക്കൊണ്ട് അവിടെ ഏകദേശം 3 ലക്ഷത്തിലധികം പണവും 200 കുതിരകളെയും കൊള്ളയടിച്ചു കൊണ്ടുപോയി. അത് മാത്രം അവിടെ അവസാനിക്കുന്നില്ല. സത്യത്തിൽ അദ്ദേഹം വീണ്ടും വീണ്ടും കൊള്ള തുടർന്നുകൊണ്ടേയിരുന്നു. അവിടെ നിന്ന് മുഗൾ രാജകുമാരൻ വന്നു കയറിയ കാബൂളിൽ നിന്ന് വന്ന ഒരു രാജകുമാരനെ, ഒരു മുസ്ലിം രാജകുമാരനെ അടക്കം കൊള്ളയടിച്ച് കൊണ്ടുപോയ ഒരാളാണ് ശിവജി മഹാരാജ് എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഭരണകാലഘട്ടത്തിലൊന്നും ഈ ശിവജി എന്ന് പറയുന്ന ആൾ അത്രത്തോളം മേന്മയുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. ഇതെൻ്റെ വാക്കുകളല്ല, ചരിത്രം പറയുന്നതാണ്. അദ്ദേഹത്തിന് അത്ര വലിയ മേന്മയൊന്നും ഒരു രാജ്യത്ത് കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷം സ്വാതന്ത്ര്യ സമര കാലഘട്ടമൊന്നും എത്തില്ല. അതിന് മുമ്പ് സ്വാതന്ത്ര്യാനന്തരത്തിലാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പരിവേഷം, ഒരു വീരപുരുഷ പരിവേഷം, ഒരു ദേശീയതയുടെ വക്താവ്, അദ്ദേഹം രാജ്യത്തിൻ്റെ ദേശസ്നേഹം വളർത്തുന്നതിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുകയും പിന്നീട് ഈ ശിവജിയെ എടുത്തുയർത്തി വാഴ്ത്തുകയും ഇപ്പോൾ പുതിയ കേന്ദ്ര മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ പ്രതിമകൾ പണിയുന്ന തിരക്കിലായതുകൊണ്ട് പുതിയൊരു പ്രതിമ ശിവജി മഹാരാജാവിൻ്റെത് സിന്ധുദുർഗിൽ പണിഞ്ഞു വെച്ചു എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു വാസ്തവം. ഇപ്പം മഹാരാഷ്ട്രയിൽ സത്യത്തിൽ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ഈ പറയുന്ന നാരായൺ റാണ എന്ന് പറയുന്ന ആളിൻ്റെ ഒരു പ്രസ്താവന നമ്മൾ വളരെ കാര്യമായി ശ്രദ്ധിക്കണം. അയാളൊരു മുതിർന്ന BJP നേതാവാണ്. അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥ ചരിത്രമാണ്. അപ്പോൾ ഇതിനെ എതിർത്ത് വെട്ടിക്കൊണ്ട് അവിടുത്തെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല, അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നുള്ള നിലയിലാണ് വന്നു നിൽക്കുന്നത്. ഇവിടെ ഈ ഒരു പ്രതിമ തകർന്നു വീണതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഏക്നാഥ് ഷിൻഡെ എങ്ങനെയും രാജ്യം വിട്ട് പുറത്തു പോകണമെന്ന് ശിവസേന അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ശക്തിയുക്തം പറഞ്ഞിട്ടുമുണ്ട്. അതായത് ഒരു പ്രതിമയ്ക്ക് ഇപ്പോൾ അവിടുത്തെ സർക്കാരിൻ്റെ വിലയാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ഏതാനും മാസങ്ങൾക്കകം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇങ്ങനെയുള്ള ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് പ്രതിമ കെട്ടാൻ ശ്രമിക്കുന്ന BJPക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ BJPക്കാർ തമ്മിൽ 2 തട്ടിലേക്ക് എത്തി. BJPയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാരായൺ റാണ ഇദ്ദേഹം കൊള്ളയടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വശത്ത് നിൽക്കുന്നു. എന്നാൽ കൊള്ളയടിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 പേര് 2 തട്ടി നിൽക്കുകയാണ്. BJP ഏകദേശം BJPയുടെ കാര്യം മനസ്സിലായല്ലോ. അപ്പം എവിടെ നിന്നാണ് ഈ പറയുന്ന നാരായൺ റാണയ്ക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ ഒരു വിവരം കിട്ടിയത്. അതോടൊപ്പം തന്നെ ബാബാ സാഹിബ് പുരന്തരയിൽ എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ ഉണ്ടായിരുന്നു. ആ ചരിത്രകാരൻ്റെ ചരിത്രരേഖകളിലും പറഞ്ഞിരിക്കുന്നത് ശിവജി എന്ന് പറയുന്ന മഹാരാജ് ഒരു കള്ളനായിരുന്നു, അല്ലെങ്കിൽ ഒരു നഗരത്തെ, സൂററ്റ് എന്ന് പറയുന്ന നഗരത്തെ കൊള്ളയടിച്ച ഒരാളാണ് എന്ന്. സത്യത്തിൽ ഈ ഒരു കൊള്ള നടക്കുന്നത് ഏകദേശം 1670 ഇത്തരത്തിൽ ശിവജി മഹാരാജ് എന്ന് പറയുന്ന ആള് ഒരു കള്ളക്കടത്തിന് അല്ലെങ്കിൽ കൊള്ളയടിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. കള്ളക്കടത്തെന്ന് പറയാൻ പറ്റത്തില്ല, കൊള്ളയടിക്കുക, ഒരു നാടിനെ അതിൻ്റെ സമ്പത്തിനെ മുഴുവൻ കവർന്നുകൊണ്ട് പോവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഈ രീതിയിൽ 1670 അദ്ദേഹം ഈ രീതിയിലൊരു കള്ളത്തരം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കൊള്ള അവിടെ നടത്തിയിട്ടുള്ളത്. എന്നാൽ ശിവജി മഹാരാജാവിനെ നമ്മൾ ഈ എടുത്ത് വാഴ്ത്തുന്നത്രയും അതിഭീകരനായ ഒരു ഭരണാധികാരിയോ രാജ്യത്തെ മുഴുവൻ തൻ്റെ വിരൽത്തുമ്പിലിട്ട് അമ്മാനമാടിയ ഒരാളൊന്നും ആയിരുന്നില്ല. ഔറംഗസീബ് എന്ന് പറയുന്ന ഒരാളെ നമുക്കറിയാം.
അദ്ദേഹം ഏകദേശം 1658 മുതൽ 1707 വരെയാണ് മുഗൾ സാമ്രാജ്യത്തെ അടക്കി ഭരിച്ചത്. ഏറ്റവും വിശാലമായ ഒരു സാമ്രാജ്യം. അതായത് ഏറ്റവും വിശാലം എന്ന് പറഞ്ഞാൽ ഏകദേശം കാബൂൾ മുതൽ അങ്ങ് മ്യാൻമാർ, ബർമ്മ വരെ നീണ്ടു കിടക്കുന്ന, അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗവും കീഴടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മുഗൾ ചക്രവർത്തിയായിരുന്നു ഈ പറയുന്ന ഔറംഗസീബ്. ഔറംഗസീബ് ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ നമുക്ക് ചരിത്രം പഠിച്ചവർക്കറിയാം. അദ്ദേഹത്തിൻ്റെ നിരവധിയായ ഭരണപരിഷ്കാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ കുട്ടിക്കാലം മുഴുവൻ ചെലവഴിച്ചത് അദ്ദേഹം ഈ പറയുന്ന മറാത്തയിലായിരുന്നു, അതായത് മഹാരാഷ്ട്രയിൽ തന്നെയായിരുന്നു. അദ്ദേഹം ജനിച്ചതൊക്കെ ഈ പറയുന്ന പോലെ ഗുജറാത്തിലെ ദാഹോർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം ജനിച്ചതുമൊക്കെ. പിന്നീട് കുട്ടിക്കാലമൊക്കെ ചെലവഴിക്കുന്നു. അങ്ങനെ ഒരു വലിയ ഭരണാധികാരിയായി ഈ ഔറംഗസീബ് മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ എവിടെ ഔറംഗസീബിനെ തോൽപ്പിച്ച് പരാജയപ്പെടുത്തി കീഴടക്കി അദ്ദേഹത്തിനെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് അദ്ദേഹം വലിയ തമ്പുരാനായി മാറിയ ഒരാളൊന്നുമല്ല ഈ ശിവജി മഹാരാജ്. അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ശിവജി കൊടുക്കാൻ പറ്റില്ല. കാര്യം ഇദ്ദേഹം പല ഘട്ടങ്ങളിലും മുഗൾ സാമ്രാജ്യവുമായി അല്ലെങ്കിൽ ഔറംഗസീബുമായി സന്ധി ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അപ്പം മുഗളന്മാരെ ഓടിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ കടന്നു വന്ന, അന്ന് ബ്രിട്ടീഷുകാരൊന്നും എത്തിയിട്ടില്ല, ബ്രിട്ടീഷുകാർക്കെതിരെ ഭരണം നടത്തുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമല്ല, അവർക്കെതിരെ ഒന്നും പോയിട്ടില്ല. അന്ന് ഔറംഗസീബിനെ എങ്ങനെയെങ്കിലും സാന്ത്വനിപ്പിച്ച് സമാധാനിപ്പിച്ച് അവരുമായി മുഗൾ സാമ്രാജ്യവുമായി ഒരു സന്ധിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ രീതിയിൽ ഒരു സന്ധി ചെയ്യലും അവരുമായി ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കലും ഒക്കെ ഉള്ളത് കൊണ്ട് ഈ ശിവജി മഹാരാജ് എന്ന് പറയുന്ന ഒരു പദവി കൊടുത്തത് നമ്മൾ ഇന്ത്യയിലുള്ള BJPക്കാരോ RSSകാരോ ഒന്നും ആയിരുന്നില്ല, സംഘപരിവാർ സംഘടനയെ ആയിരുന്നില്ല. മഹാരാജ് എന്ന് പറയുന്ന ഒരു പദവി കൊടുത്തത് സത്യത്തിൽ ഔറംഗസീബ് തന്നെയായിരുന്നു. രാജ എന്ന് പറയുന്ന ഒരു പദവി, ഒരു പട്ടം ശിവജിക്ക് നൽകിയത്. അതിനുശേഷമാണ്, ശിവജിയെ വളരെ കാലത്തിന് ശേഷമാണ് ശിവജി പിന്നെ ഈ ഡയറിയ ഉണ്ടായിട്ട് അദ്ദേഹത്തിന് ബ്ലഡിൽ ഒക്കെ വന്നിട്ട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായി അദ്ദേഹം പിന്നീട് മരണപ്പെടുകയാണ് ഉണ്ടായത്. അല്ല യുദ്ധത്തിൽ ആരാലെങ്കിലും കൊല്ലപ്പെടുകയോ ഒന്നുമല്ല. അദ്ദേഹം പരാജയപ്പെടുത്തിയത്, പരാജയം എന്ന് പറയുന്ന സാധനം, പരാജയപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും ശിവജിയുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. കാര്യം പലപ്പോഴും അദ്ദേഹം ഒളിച്ചോട്ടം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവരിൽ നിന്നൊക്കെ ഒളിച്ചോടി, ഈ പറയുന്ന സാമ്രാജ്യ ശക്തികൾക്കിടയിൽ നിന്നൊക്കെ പലപ്പോഴും ഒളിച്ചോടി പോവുകയാണ് ഉണ്ടായത്. ഔറംഗസീബിനെ ഒന്നും പരാജയപ്പെടുത്താൻ ഈ പറയുന്ന പോലെ ശിവജിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ പറയുന്ന ശിവജിക്ക് രാജ്യത്തിൻ്റെ ഒരു വലിയ പരമോന്നത സ്ഥാനത്തേക്ക് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ ചരിത്രമെന്ന് പറയുന്നത് വസ്തുതയായി നിലനിൽക്കെ തന്നെ ഈ ചരിത്രത്തെ തന്നെ അപനിർമ്മിക്കുന്ന തരത്തിലാണ് പലപ്പോഴും ഇവർ എഴുതി വെച്ചിട്ടുള്ളത്. അതായത് ചരിത്രത്തിൻ്റെ ഒരു അപനിർമ്മാണം നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു അപനിർമ്മാണം നടക്കുമ്പോൾ സംഭവിക്കുന്നത് ഇത്തരത്തിൽ പരാജിതരായിട്ടുള്ളവർ, ഈ പറയുന്ന യുദ്ധമുഖത്ത് നിന്ന് തോറ്റമ്പിപ്പോയവർ, എവിടെയെങ്കിലും മാറി ഒളിച്ചു കഴിഞ്ഞിരുന്നവർ, ഇവരെയൊക്കെ അദ്ദേഹത്തിന് ജയിലിലടക്കുകയൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഒരു വീട്ടുതടങ്കലിലാക്കുകയൊക്കെ ചെയ്തിരുന്നു. വീട്ടുതടങ്കിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി അദ്ദേഹം കഠിനമായി ശ്രമിച്ചു. അങ്ങനെയൊക്കെയാണ് സന്ധിയിലൊക്കെ ഏർപ്പെടുന്നത് ഇവരുമായിട്ട്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സന്ധി ചെയ്യലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴി കൂടെ പോകുന്ന ഒരാളെ വിളിച്ച്, കൊടും ശത്രുവായ ഒരാളെ രാജ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് അങ്ങനെ ഒരു പദവി കൊടുക്കാൻ ഏതെങ്കിലും ഒരു ഭരണാധികാരി തയ്യാറാവൂ? ഒരിക്കലും തയ്യാറാവത്തില്ല. രണ്ട് രാജാക്കന്മാർ സ്പർദ്ധയുണ്ടെങ്കിൽ മറ്റൊരു രാജാവിനെ രാജയായി വാഴിക്കാൻ ആരെങ്കിലും ശ്രമിക്കുമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു പദവി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഔറംഗസീബ് തന്നെയാണ് ഈ പറയുന്ന ശിവജിക്ക് രാജ എന്ന് പറയുന്ന ബഹുമതി കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ മുഗളന്മാരെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ടോ മുഗളന്മാരെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ വലിയ കാര്യമായതൊന്നും ചെയ്യാൻ ശിവജിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ശിവജി എന്ന് പറയുന്ന ഒരാൾ രാജ്യത്തിൻ്റെ ഒരു ഐക്കണായി മാറും എന്നുള്ളതാണ് മനസ്സിലാവാത്ത കാര്യം. ശിവജി ഏത് രീതിയിൽ ഈ പറയുന്ന നമ്മുടെ രാജ്യസ്നേഹത്തെക്കുറിച്ച് വിളംബരം ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം ബ്രാഹ്മണരെയും ദരിദ്രരെയൊക്കെ സഹായിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ബ്രാഹ്മണരെയും ദരിദ്രരെയും നമ്മൾ ആലോചിച്ച് നോക്കണം. നേരത്തെ പറഞ്ഞത് ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യം തന്നെ ആയിരിക്കും. അതേ കാര്യം ചരിത്രത്തെ അദ്ദേഹം വളച്ചൊടിക്കാറില്ല, അപനിർമ്മിക്കാറില്ല. ചരിത്രത്തെ അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്, അദ്ദേഹം എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഈ പറയുന്ന നാരായൺ റാണയുടെ ഒപ്പം നിൽക്കുന്നതാണ് ഇഷ്ടം എന്നെനിക്ക് തോന്നുന്നു.
കാര്യം അദ്ദേഹത്തിനോടൊപ്പം തന്നെ നിൽക്കേണ്ടി വരും. നാരായൺ റാണെ എന്ന് പറയുന്ന BJP നേതാവ് പറഞ്ഞത് ആ ഒരു കാര്യത്തിലെങ്കിൽ നമുക്ക് BJP നേതാവിനോടൊപ്പം നിൽക്കാം എന്ന് തോന്നുന്നു. ആ പറഞ്ഞതിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. ബാബാ സാഹിബ് പുരന്തരയിൽ എന്ന് പറയുന്ന ചരിത്രകാരനിൽ നിന്ന് അറിഞ്ഞതിൽ വാസ്തവമുണ്ട്. ഈ പറയുന്ന ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിൽ വായിച്ചതിനോട് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. അത്തരം വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. ജവഹർലാൽ നെഹ്റുവിനോട് അദ്ദേഹം സന്ധി ചെയ്യാൻ ഇപ്പോൾ തയ്യാറാവുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു തികഞ്ഞ ഒരു BJP ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അതൊക്കെ കള്ളമാണ് എന്ന് പറഞ്ഞു വരുത്തിയേനെ. പക്ഷെ അദ്ദേഹം അവിടെയൊക്കെ ഒരു സന്ധി ചെയ്യൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഒരു പക്ഷേ ഒരു കോൺഗ്രസിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഒരു വഴി വെട്ടുക കൂടിയാകാം അദ്ദേഹത്തിൻ്റെ ഈ പുതിയ പ്രസ്താവനയിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. സൂററ്റിനെ കൊള്ളയടിച്ചു എന്നുള്ള കാര്യം ചരിത്രപരമായ രേഖയാണ്. ചരിത്രത്തിൽ അത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. അവിടെ നിന്ന് അടിച്ചുകൊണ്ടുപോയ അല്ലെങ്കിൽ കൊള്ളയടിക്കപ്പെട്ട വസ്തുവകകളുടെ യഥാർത്ഥ കണക്കും പുറത്തു വന്നിട്ടുണ്ട്. 3 ലക്ഷം പണമാണ്. എന്നതുപോലെ ഈ 3 ലക്ഷം രൂപ എന്ന് പറയുന്നില്ല, ഓരോ സ്വർണ്ണ നാണയങ്ങളാണ്. അതെല്ലാം കവർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതും ചരിത്രരേഖകളിലുള്ളതാണ്. അപ്പോൾ ഈ ഒരു നാടിനെ മുഴുവൻ കൊള്ളയടിക്കുകയും മുഗളന്മാർക്ക് വേണ്ടി ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ അവർക്ക് സാഷ്ടാംഗം സന്ധി ചെയ്യുകയും ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ ദേശാഭിമാനമൊന്നും രാജ്യസ്നേഹമൊന്നും എന്നൊക്കെ പറഞ്ഞ് ഒരു വംശീയതയും ദേശീയതയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ചരിത്രത്തിൽ ഒരു കാലത്തും ശിവജി എന്ന് പറയുന്ന ഒരാളെ രാജ്യസ്നേഹത്തിൻ്റെ പ്രതീകമായി അംഗീകരിക്കാൻ കഴിയില്ല. അതുതന്നെയാണ് നാരായൺ റാണെ പറയുന്നതും. അദ്ദേഹത്തിനോട് നാട് വിട്ടു പോകാൻ പറയുകയാണെങ്കിൽ ഷിൻഡെയോട് ശിവസേനക്കാർ തന്നെ നാട് വിട്ടു പൊയ്ക്കോളൂ, ഞങ്ങൾക്ക് നാണക്കേടുണ്ടാക്കിയ ഒരു പ്രതിമ തകർത്ത് കളഞ്ഞില്ലേ, ഞങ്ങളുടെ നികുതിപ്പണം നിങ്ങൾ കൊള്ളയടിച്ചില്ലേ എന്ന് പറയുന്നതിനോട് ഒപ്പം നിൽക്കാനാണ്, ശിവസേനയ്ക്കൊപ്പം നിൽക്കാനാണ് ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ താല്പര്യപ്പെടുന്നത്.